ഹായ് ഓൾ, ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിൽറ്റർ ബാങ്ക്സിനെ കുറിച്ചാണ്. ഫിൽറ്റർ ബാങ്ക്സ് ആർ അറേ ഓഫ് ഫിൽറ്റേഴ്സ്. ദാറ്റ് മീൻസ് ഫിൽറ്റേഴ്സിൻ്റെ ഒരു അറേനെയാണ് ഫിൽറ്റർ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫിൽറ്റർ കോഎഫിഷ്യൻസ് h of 0, h of 1, h of 2, എക്സെട്ര ഇങ്ങനെയുള്ള ഈ ഫിൽറ്റർ കോഎഫിഷ്യൻസിൻ്റെ ടേംസിലാണ് ഒരു ഫിൽറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫിൽറ്റർ കോഎഫിഷ്യൻസിനെ ഒരു ഇൻപുട്ട് വെക്ടറായ എക്സുമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് വെക്ടർ വൈനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം ഈ ഔട്ട്പുട്ട് വെക്ടർ വൈനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺവല്യൂഷൻ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. y of n ഈക്വൽ ടു സിഗ്മ കെ h of k ഇൻറ്റു x of n മൈനസ് കെ വിച്ച് ഈസ് ഈക്വൽ ടു h കൺവല്യൂഷൻ എക്സ്. ഇപ്പം നമ്മൾ ഈക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സമ്മേഷൻ്റെ അപ്പർ ലിമിറ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സമ്മേഷൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് വെക്ടേഴ്സായ എച്ചിൻ്റെയും എക്സിൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. ഇനി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ടൈം ടി. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഇൻപുട്സും വന്ന ടൈമിനെ നമ്മൾ അസ്യൂം ചെയ്യാണ്. എങ്ങനെയാണ്? ടൈംസ് ടി ഈക്വൽ ടു എക്സെട്ര -2, -1, 0, 1, 2, എക്സെട്ര. അപ്പോൾ നമ്മുടെ ഓരോ ഇൻപുട്സും വന്ന ടൈമിനെ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. Thus we use the notation x is equal to etc, a, b, c, d, e, etc. അപ്പോൾ നമ്മൾ എക്സിനെ ഇങ്ങനെ നോട്ടേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് സെൻറ്റർ വാല്യൂ ആയ സി ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടൈം 0ലാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 എന്ന് എഴുതാം. പിന്നെ ഡി ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടൈം 1ലും, ഇ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടൈം 2ൽ, ബി ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടൈം -1ൽ ആൻഡ് എ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ടൈം -2ലും ആണ്. ഇനി നമുക്ക് ലീനിയർ ഫിൽറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഇൻപുട്ടിനെ കൺസിഡർ ചെയ്യാം. അതാണ് എക്സ് ഇസ് ഈക്വൽ ടു എക്സെട്ര 0, 0, 1, 0, 0, എക്സെട്ര. ഈ ഇൻപുട്ടിൻ്റെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം 0 ആകുമ്പം ഉള്ള ഇൻപുട്ട് വാല്യൂ പറയുന്നത് 1 ആണ്. ബാക്കി എല്ലാ ടൈംസിലെയും ഇൻപുട്ട് വാല്യൂ 0 ആണ്. അതായത് ടൈം 0 ആകുമ്പോൾ മാത്രമാണ് ഇൻപുട്ട് വാല്യൂ 1 ആവുന്നത്. ബാക്കി എല്ലാ ടൈംസിലും ഇൻപുട്ട് വാല്യൂ 0 ആണ്. ഇതിനെയാണ് യൂണിറ്റ് പൾസ് ഓർ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് യൂണിറ്റ് പൾസ് ഓർ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുന്നത്? എന്താണ്? എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 ആവുന്നത്. അതായത് ടൈം 0 ആകുമ്പം ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എന്താവും? 1 ആവും. ഇതാണ് യൂണിറ്റ് പൾസ് ഓർ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ കൺവല്യൂഷൻ ഫോർമുലയിൽ എന്താണ് അപ്പർ ലിമിറ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഈ അപ്പർ ലിമിറ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് പറയാം? ഫോർ എനി n ദർ ഈസ് ഓൺലി വൺ നോൺ സീറോ ടേം ഇൻ ദ സം. അതായത് ഫോർ എനി n സമ്മിൻ്റെ അകത്ത് സമ്മേഷൻ്റെ ഇതിൻ്റെ അകത്ത് ഓൺലി വൺ നോൺ സീറോ ടേം ഉണ്ടാവുള്ളൂ എന്ന്. സോ y of n ഈക്വൽ ടു h of n ഇൻറ്റു എക്സ് ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു h of n. അതായത് നമ്മുടെ ഔട്ട്പുട്ട് y of n ഈക്വൽ ടു h of n ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് y of n ഈക്വൽ ടു h of n കിട്ടണമെങ്കിൽ എന്താണ്? ഈ എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ എന്താവണം? 1 ആവണം. അപ്പോൾ എക്സ് ഓഫ് 0 1 ആകുമ്പോഴാണല്ലോ നമുക്ക് y of n ഈക്വൽ ടു h of n കിട്ടുന്നത്. അപ്പം എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 ആവുന്നത് എന്താണ്? യൂണിറ്റ് ഇമ്പൾസ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം? ടൈം എന്നിൻ്റെ അകത്ത് ആ ടൈം എന്നിലെ യൂണിറ്റ് ഇമ്പൾസ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 ആവുന്നതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ ടൈം എന്നിലെ ഔട്ട്പുട്ട് y of n ഈക്വൽ ടു h of n കിട്ടിയതെന്ന് നമുക്ക് പറയാം. സിൻസ് ദ നമ്പർ ഓഫ് filter coefficients h of I is finite, the filter is a finite impulse response or FIR. അതായത് ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ കോഎഫിഷ്യൻസിൻ്റെ നമ്പർ, അതായത് എച്ച് ഓഫ് ഐൻ്റെ നമ്പർ ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഫിൽറ്ററിനെ എന്തെന്ന് പറയാം? ഒരു ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ്
ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഓർ ഒരു FIR ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഫിൽറ്റർ ബാങ്ക്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫിൽറ്റർ ബാങ്കിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണുള്ളത്? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, നമ്മളൊരു ഇൻപുട്ട് സിഗ്നലിന് എക്സിന് ഇൻപുട്ട് ചെയ്യും. ഈ എക്സിനെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കുന്നു. ഈ ഫിൽറ്റേഴ്സ് ഈ എക്സിനെ ഡീകമ്പോസ് ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പോണൻസ് ആക്കുകയാണ്. അപ്പം ഈ ഡീകമ്പോസിഷൻ, ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ അനാലിസിസ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെ അനാലിസിസ് ബാങ്ക് എന്ന് പറയും. എന്നിട്ട് അനലൈസ് ചെയ്ത് അനാലിസിസ് ബാങ്കിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ സബ് സിഗ്നൽസിന് അല്ലെങ്കിൽ സബ് ബാൻഡ് കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ സബ് ബാൻഡ് സിഗ്നൽസിന് പിന്നെ നമ്മൾ ഔട്ട്പുട്ടിനെ ഫോം ചെയ്യും. ഇപ്പോൾ ഈ ഔട്ട്പുട്ടിനെ ഫോം ചെയ്യുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ സിന്തസിസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതിൽ നമ്മൾക്ക് എന്താണ്, ഇവിടെ രണ്ട് ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, H0 ആൻഡ് H1. H0 എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്ററും H1 എന്ന് പറയുന്നത് ഹൈ പാസ് ഫിൽറ്ററുമാണ്. ഇപ്പോൾ ഈ ലോ പാസ് ഫിൽറ്റർ H0 എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ അകത്തുള്ള ഹൈ ഫ്രീക്വൻസീസിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസീസിനെ കടത്തി വിടുന്നതാണ് H0, അതായത് ലോ പാസ് ഫിൽറ്റർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ ചെയ്യുന്നത്. ഹൈ പാസ് ഫിൽറ്റർ ഇൻപുട്ട് സിഗ്നലില്ലാത്ത ഉള്ള ലോ ഫ്രീക്വൻസീസിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസീസിനെ മാത്രം കടത്തിവിടുന്നു. ഇതാണ് നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ രണ്ട് ഫിൽറ്റേഴ്സും കൂടി എന്താ ചെയ്യുന്നതെന്ന് പറയാം, നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് എക്സിൻ്റെ എലമെൻറ്റ്സ് ആയ എക്സ് ഓഫ് എന്നിനെ 1 by 1 ആയിട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഫിൽറ്റർ എന്ത് ചെയ്യും? ഈ എക്സ് ഓഫ് എന്നിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഓരോ എഫ് ഓഫ് എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ടായിട്ട് വൈ ഓഫ് എന്നിനെ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്, എക്സിൻ്റെ അകത്ത് ഇൻപുട്ട് എക്സിലുള്ള ഓരോ എലമെൻസിനെയും എക്സ് ഓഫ് എൻ നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. ഈ ഫിൽറ്റർ അതിനെ ഓരോ എക്സ് ഓഫ് എന്നും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് വൈ ഓഫ് എന്നിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എന്താണ്, രണ്ട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻപുട്സിൻ്റെ ഡബിൾ ആയിട്ടാവും നമുക്ക് നമ്പർ ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിൻ്റെ ഡബിൾ ആയിട്ടാവും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. രണ്ട് ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഡാറ്റ കംപ്രഷനാണല്ലോ. അപ്പോൾ ഡാറ്റ കംപ്രഷനിൽ ഇൻപുട്ടിൻ്റെ ഡബിൾ ആയിട്ട് ഔട്ട്പുട്ട് വരിക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ബാഡ് റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ സോൾവ് ചെയ്യാനാണ്, ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യും. ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഡൗൺ സാമ്പിളിംഗ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഫിൽറ്റേഴ്സിനെയും ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കടത്തിവിടും. ഓരോ ഫിൽറ്റേഴ്സും ഡൗൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ ഫോളോ ചെയ്യും ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട്. ഈ ഡൗൺ സാമ്പിളിംഗ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്, നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഫ്രം ദ ടു ഫിൽറ്റേഴ്സ് ടുഗദർ ഈക്വൽസ് ദി നമ്പർ ഓഫ് ഇൻപുട്ട്സ്. അതായത് ഡൗൺ സാമ്പിളിങ്ങിന് ശേഷം നമ്മുടെ രണ്ട് ഫിൽറ്റേഴ്സിൽ നിന്നുള്ള നമ്പർ ഓഫ് ഔട്ട്പുട്ട് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഇൻപുട്ട്സിന് ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക. ഡൗൺ സാമ്പിളിങ്ങിന് തന്നെയാണ് ഡെസിമേഷൻ എന്നും പറയുന്നത്. പറയുന്നു. പിന്നെ ഡൗൺ സാമ്പിളിങ്ങിന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബോക്സിൻ്റെ അകത്ത് ഡൗൺ ആരോ 2 വെച്ചിട്ടാണ് ഡൗൺ സാമ്പിളിംഗ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബോക്സുകൾ എന്താണ്, ഡൗൺ സാമ്പിളിങ്, അതായത് ഡെസിമേഷനെ ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും, എന്നിട്ട് ഫിൽറ്റേഴ്സിലേക്ക് H0യിലേക്ക് H1ലേക്ക് കൊടുക്കും, എന്നിട്ട് ഓരോ ഫിൽറ്റേഴ്സിനെയും പിന്നെ ഡൗൺ സാമ്പിളിങ് ചെയ്യും. ഈ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ടൈം ഇൻവാരിയൻ്റ് അല്ല. എന്താണ്, ടൈം സാമ്പിളിംഗ് ഈസ് നോട്ട് ടൈം ഇൻവാരിയൻ്റ് അല്ല ഡൗൺ സാമ്പിളിംഗ് ഉള്ളത്. അപ്പം ആഫ്റ്റർ ഡൗൺ സാമ്പിളിംഗ് ദ ഔട്ട്പുട്ട് ഈസ് ദ ഈവൻ നമ്പേർഡ് വാല്യൂസ് y of 0, y of 2 എക്സെട്ര. അതായത് ഡൗൺ സാമ്പിളിങ്ങിന് ശേഷമുള്ള നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂസ് എന്ന് പറയുന്നത്
ഈവൺ നമ്പർഡ് വാല്യൂസ് ആയ y of 0, y of 2, y of 4, എക്സെട്ര അങ്ങനെയാണ് ഉണ്ടാവുക. ബട്ട് ഇഫ് വി ഡിലേ ദ ഇൻപുട്ട് ബൈ 1 യൂണിറ്റ് ദെൻ ദ ന്യൂ ഔട്ട്പുട്ട് വിൽ ബി y of -1, y of 1, y of 3, എക്സെട്ര. അതായത് നമ്മൾ ഇൻപുട്ടിനെ ഒരു യൂണിറ്റ് 1 ടൈം യൂണിറ്റ് ഡിലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൗൺ സാമ്പിളിങ്ങിന് ശേഷമുള്ള ഔട്ട്പുട്ട് പറയുന്നത് എന്താവും? y of -1, y of 1, y of 3, എക്സെട്ര അങ്ങനെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ കിട്ടിയ ഈ രണ്ട് സീക്വൻസ് എന്താണ് നമ്മുടെ ഒറിജിനൽ ഇൻപുട്ടിന് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് ഇൻഡിപെൻഡൻറ്റും പിന്നെ ഡിഫറൻറ്റും ആണ്. ദീസ് ടു സീക്വൻസ് ഓഫ് സിഗ്നൽസ് ആർ ടു ഫേസസ് ഓഫ് വെക്റ്റർ വൈ. അപ്പം ഈ സിഗ്നൽസിൻ്റെ ഈ രണ്ട് സീക്വൻസ് എന്ന് പറയുന്നത് വെക്റ്റർ വൈൻ്റെ രണ്ട് ഫേസസ് ആണ്. ദ ഔട്ട്പുട്ട് ഓഫ് അനാലിസിസ് ബാങ്ക് ഈസ് കോൾഡ് സബ് ബാൻഡ് കോഎഫിഷ്യൻസ്. ദേ ക്യാൻ ബി ക്വാണ്ടൈസ്ഡ് ആൻഡ് ദേ ക്യാൻ ബി കംപ്രസ്ഡ്. ഇവൻച്വലി ഓക്കെ, എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മുടെ അനാലിസിസ് ബാങ്ക്. അപ്പോൾ ഈ അനാലിസിസ് ബാങ്കിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് എന്ത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് സബ് ബാൻഡ് കോഎഫിഷ്യൻസ്. ഈ സബ് ബാൻഡ് കോഎഫിഷ്യൻറ്റ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുക, കംപ്രസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ക്വാണ്ടൈസ് ചെയ്യും കംപ്രസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇതിനെ ഇവൻച്വലി ഏതിലേക്ക്? സിന്തസിസ് ബാങ്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സിന്തസിസ് ബാങ്കിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ സബ് ബാൻഡ് സിഗ്നൽസിനെ ആദ്യം അപ്പ് സാമ്പിളിങ് ചെയ്യുന്നു. ഡൗൺ സാമ്പിളിങ്ങിൻ്റെ ഓപ്പോസിറ്റ് അപ്പ് സാമ്പിളിങ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഇൻവേഴ്സ് ഫിൽറ്റേഴ്സായ F0യിലേക്കും F1ലേക്കും കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇൻവേഴ്സ് ഫിൽറ്റേഴ്സ് എന്നുള്ള F0 F1 എന്നുള്ള ഔട്ട്പുട്ട്സിനെല്ലാം കൂടി സം ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയ എച്ച് ക്യാപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ഒറിജിനൽ ഇൻപുട്ടിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ എച്ച് ക്യാപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അനാലിസിസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, y ഈക്വൽ ടു എക്സെട്ര, y of -4, -2, y of 0, y of 2, y of 4, എക്സെട്ര. ഇതാണ് നമ്മുടെ അനാലിസിസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി അപ്പ് സാമ്പിളിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇതിൻ്റെ ഇടയിലേക്ക് സീറോസിനെ ഇൻസേർട്ട് ചെയ്യാണ്. കാരണം ഡൗൺ സാമ്പിളിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ ലോസ് സംഭവിക്കും. ഈ ഡാറ്റ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പ് സാമ്പിളിങ്ങിന് ഒറ്റയ്ക്ക് ആ ഡാറ്റ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ജസ്റ്റ് സിംപിളി മിസ്സിംഗ് ഡാറ്റയ്ക്ക് പകരമായിട്ട് ഒരു സീറോനെ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അപ്പ് സാമ്പിളിങ് ഇൻസേർട്ട് സീറോസ് ഫോർ ദ ഡെസിമേറ്റഡ് വാല്യൂസ്. സോ ഇറ്റ് കൺവേർട്സ് ദ ഔട്ട്പുട്ട് വെക്റ്റർ ഫ്രം, അതായത് അപ്പ് സാമ്പിളിങ്ങിന് ശേഷമുള്ള നമ്മുടെ ഔട്ട്പുട്ട് വെക്റ്റർ പറയുന്നത് എന്താണ്? y ഈക്വൽ ടു എക്സെട്ര, y of -4, 0, y of -2, 0, y of 0, 0, y of 2, 0, y of 4, 0, എക്സെട്ര. ഇതാണ് നമ്മുടെ അപ്പ് സാമ്പിളിങ്ങിന് ശേഷമുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ലോസ്ലെസ് ആയിട്ട് നമുക്ക് ഇൻപുട്ടിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിൽറ്റർ എന്ത് ചെയ്യണം? നമ്മുടെ ഡൗൺ സാമ്പിളിങ്ങിൽ ഉണ്ടാകുന്ന ഡാറ്റ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പം ഡാറ്റ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിലേ ഉള്ളൂ നമുക്കൊരു ലോസ്ലെസ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആവുന്നത്. വൺ ഫീച്ചർ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ഗുഡ് ഫിൽറ്റേഴ്സ് ഈസ് ഓർത്തോഗണാലിറ്റി. അതായത് ഈ ഒരു ലോസ്ലെസ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷന് വേണ്ടി ഒരു നല്ല ഫിൽറ്ററിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഓർത്തോഗണാലിറ്റി. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഓർത്തോഗണൽ ഫിൽറ്റർ ബാങ്ക് വിത്ത് 4 ഫിൽറ്റർ കോഫിഷ്യൻസ്. ഒരു 4 ഫിൽറ്റർ കോഫിഷ്യൻസ് ഉള്ള ഒരു ഓർത്തോഗണൽ ഫിൽറ്റർ ബാങ്ക് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് H0 ആണ്. നമുക്ക് A B C D ആണ് H0 ഉള്ളത്.
H1 ആണ് D മൈനസ് C B മൈനസ് A ആൻഡ് F0 ആണ് D C B A ആൻഡ് F1 ആണ് മൈനസ് A B C ആൻഡ് D. അപ്പോൾ നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ H0നെയും F0നെയും നോക്കുകയാണെങ്കിൽ എന്താണ്, രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുപോലെ തന്നെയാണ് H1ൻ്റെയും F1ൻ്റെയും നോക്കുകയാണെങ്കിലും. ഇവിടെ ഈ ഫിൽറ്റേഴ്സിന് ഓർത്തോഗണൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ A, B, C, D H0 ഉള്ള A, B, C, Dൻ്റെ ഡോട്ട് D, മൈനസ് C, B, മൈനസ് A, അതായത് ഇത് ഈ രണ്ടെണ്ണത്തിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് ഈ ഫിൽറ്റേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താ വെച്ചാൽ എ ഫിൽറ്റർ ബാങ്ക് ക്യാൻ ഓൾസോ ബി ബൈ ഓർത്തോഗണൽ. അതായത് ഒരു ഫിൽറ്റർ ബാങ്ക് എന്താണ് ബൈ ഓർത്തോഗണലും ആവാം. ബൈ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലെസ് റിസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓഫ് ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മൾ എക്സാക്ട്ലി നമ്മുടെ ഇൻപുട്ടിന് എക്സാക്ട്ലി സെയിം ആയിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടിന് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിൻ്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഓർത്തോഗണൽ ഫിൽറ്റർ ബാങ്കിൻ്റെ ഡയഗ്രാം. ഇവിടെ H0യും F1ഉം നമ്മൾ H0യും F1ഉം നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ് H0 ആൻഡ് F1. H1ഉം F0യും നോക്കുകയാണെങ്കിൽ അത് രണ്ടും എന്താണ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഒറിജിനൽ ഇൻപുട്സിൻ്റെ എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ നമ്മൾ ഔട്ട്പുട്ടിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഹാർട്ട് ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട് ലോ പാസ് ഫിൽറ്ററിലൂടെ ഔട്ട്പുട്ടിനെ ലോ പാസ് ഫിൽറ്റർ H0ൻ്റെ ഔട്ട്പുട്ടിനെ ലോ പാസ് ഫിൽറ്റർ H0ൻ്റെ ഔട്ട്പുട്ടിനെ നോർമലി അനാലിസിസ് ഫിൽറ്ററിലൂടെ സെവറൽ ടൈം പാസ് ചെയ്താൽ നമുക്ക് ഷോർട്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് ലോ പാസ് ഫിൽറ്റർ H0ൻ്റെ ഔട്ട്പുട്ടിനെ അനാലിസിസ് ഫിൽറ്ററിലൂടെ സെവറൽ ടൈംസ് പാസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഷോർട്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ എന്താണ് ഇവിടെ സെവറൽ ടൈംസ് നമ്മൾ പാസ് ചെയ്യല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റിക്രൂസീവ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമുക്കൊരു ട്രീ ആയിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ട്രീ സ്ട്രക്ചർ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫിഗർ നോക്കാം. അപ്പം ഇതാണ് ഇവിടെ നമ്മൾ എന്തായിരുന്നു ആ ഒരു കാര്യത്തിന് ഒരു ട്രീ ആയിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. Since each node of this tree produces half the number of outputs as its predecessor, the tree is called a logarithmic tree. അതായത് ഈ ട്രീൻ്റെ ഓരോ നോഡ്സും അതിൻ്റെ ഔട്ട്പുട്ട്സിൻ്റെ ഹാഫിനെ അതിൻ്റെ പ്രെഡിസസറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ട്രീനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ലോഗരിതമിക് ട്രീ എന്നാണ് പറയുന്നത്. This figure shows how the scaling function phi of t and the wavelet psi of t are obtained at the limit of logarithmic tree. Okay. ഈ ഫിഗറിൻ്റെ അകത്ത് നമ്മുടെ സ്കെയിലിംഗ് ഫങ്ഷൻസായ ഫൈ ഓഫ് ടി യും വേവ്ലെറ്റ് ഫംഗ്ഷനായ സൈ ഓഫ് ടിയും എങ്ങനെയാണ് ലോഗരിതമിക് ലിമിറ്റിനുള്ളിൽ വെച്ച് എങ്ങനെയാണ് ഇതിനെ ലോഗരിതമിക് ട്രീയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആൻഡ് CWT. അപ്പോൾ ഇതാണ് ഫിൽറ്റർ ബാങ്ക്സ് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിൻ്റെയും CWTൻ്റെയും കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലോഗരിതമിക് ട്രീൻ്റെ ലെവൽ I2 ഫൈനൽ ലെവലായ
ഫൈനൽ ലെവലല്ല, ഫൈനിയർ ലെവലായ I+1ലേക്ക് I+1ലേക്ക് ക്ലൈംബ് അപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹൈ റിസൊല്യൂഷൻ സ്കെയിലിംഗ് ഫംഗ്ഷൻ psi of 2it മൈനസ് കെന്ന് ന്യൂ ആവറേജിനെയും, ഇത് നമുക്ക് ന്യൂ ആവറേജിനെയും പിന്നെ ന്യൂ വേവ്ലെറ്റ് psi of 2i into t മൈനസ് കെ എന്ന് ന്യൂ ഡീറ്റെയിൽസിനെയും കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. Each level of the tree correspond to twice the frequency of preceding level. അതായത് ഈ ട്രീയിലെ ഓരോ ലെവലും അതിൻ്റെ പ്രിസീഡിങ് ലെവലിൻ്റെ ഫ്രീക്വൻസിൻ്റെ ട്വൈസിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോഗരിതമിക് ട്രീനെ നമ്മൾ മൾട്ടി റെസൊല്യൂഷൻ ട്രീ എന്നും പറയുന്നു. എന്താണെന്ന് പറയുന്നത്? മൾട്ടി റെസൊല്യൂഷൻ ട്രീ എന്നും നമ്മൾ പറയുന്നു. സക്സസീവ് ഫിൽറ്ററിംഗ് ത്രൂ ദ ട്രീ സെപ്പറേറ്റ്സ് ലോവർ ആൻഡ് ലോവർ ഫ്രീക്വൻസീസ്. അതായത് ഈ ട്രീയിലൂടെയുള്ള സക്സസീവായുള്ള ഫിൽറ്ററിങ് നമുക്ക് ലോവർ ആൻഡ് ലോവർ ആയിട്ടുള്ള ഫ്രീക്വൻസീനെ സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. In order to understand the meaning of low pass and high pass, we need to work in frequency domain, where the convolution of two vectors is replaced by a multiplication of their Fourier transform. അതായത് ലോ പാസ് ഫിൽറ്ററിൻ്റെയും ഹൈ പാസിൻ്റെയും മീനിങ്ങിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഫ്രീക്വൻസി ഡൊമെയിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡൊമെയിനിൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ കൺവല്യൂഷന് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമുമായിട്ടാണ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റിനെ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലോ പാസ് ഫിൽറ്ററിനെയും ഹൈ പാസ് ഫിൽറ്ററിനെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ നോക്കുന്നു? ഫ്രീക്വൻസി ബാൻഡ്സിനെ കുറിച്ച് നോക്കുന്നു. അപ്പോൾ ഈ ഫ്രീക്വൻസി ബാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ കൺവല്യൂഷനെ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റിനെ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. The vector x of n is in the time domain. So the frequency domain equivalent is its discrete Fourier transform. അതായത് ഇവിടുത്തെ വെക്റ്റർ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ ഇക്വാലൻറ്റ് അതിൻ്റെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇക്വേഷൻ എന്താണ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ which is equal to sigma minus infinity to plus infinity x of n e raised to minus I n ഒമേഗയാണ്. ഇതിന് നമുക്ക് സെഡിൻ്റെ ഡൊമൈനിൽ എഴുതാം. ഇതിന് നമ്മൾ സെഡിൻ്റെ ഡൊമൈനിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ നമ്മൾ സെഡിൻ്റെ ഡൊമൈനിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താവും? ഈ ഒരു ഫോർമുല ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. ഈ ഫോർമുലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഒമേഗയാണ്. സെഡ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഒമേഗ ആണ്. The convolution by h in the time domain now become a multiplication by the function h of omega equal to sigma h of n into e raised to minus I n omega in frequency domain. ഇപ്പം എന്താണ് നമ്മുടെ കൺവല്യൂഷൻ എച്ചിൻ്റെ കൺവല്യൂഷൻ ടൈം ഡൊമെയിലുള്ള എച്ചിൻ്റെ കൺവല്യൂഷൻ ഇപ്പോൾ എന്താവും? ബിക്കം മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി ഫംഗ്ഷൻ. അതായത് ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്തായിട്ടാണ് മാറുന്നത്? എച്ച് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറുന്നു. സോ വി ക്യാൻ എക്സ്പ്രസ് ദ ഔട്ട്പുട്ട് ഇൻ ദ ഫ്രീക്വൻസി ഡൊമെയിൻ. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിനെ ഫ്രീക്വൻസി ഡൊമെയിനിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? y ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ഈക്വൽ ടു എച്ച് ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ഐ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ എക്സ്പ്രസ് ചെയ്യാം. സോറി, ഇവിടെ ഒരു ഐ
ഒമേഗ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഔട്ട്പുട്ട് പറയുന്നത് എന്താണ്, y ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ഈക്വൽ ടു എച്ച് ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ആണ്. നമ്മുടെ ഫ്രീക്വൻസി ഡൊമെയിനിലെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓർ ഇൻ റെഡ്യൂസ്ഡ് നൊട്ടേഷൻ. ഇപ്പം ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് നൊട്ടേഷനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, y ഓഫ് ഒമേഗ ഈക്വൽ ടു എച്ച് ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്ന് നമുക്ക് റെഡ്യൂസ്ഡ് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്യാം. ഇൻ സെഡ് ഡൊമെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ y ഓഫ് സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ്, y ഓഫ് സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് നമുക്ക് എക്സ് ഡൊമെയിലും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. വെൻ ഓൾ ദ ഇൻപുട്ട് as x of inputs as x of omega equal to 1, okay, when all the inputs x of omega equal to 1, the output at a frequency omega is y of omega equal to h of omega. അതായത് എല്ലാ ഇൻപുട്സും എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ ഫ്രീക്വൻസി ഒമേഗയിലുള്ള നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഓഫ് ഒമേഗ ഈക്വൽ ടു എച്ച് ഓഫ് ഒമേഗ എന്നാണ് ഉണ്ടാവുക. We can now understand the operations of low-pass HAR filter. It works by averaging two consecutive inputs. So it produces the output. അതായത് ഇപ്പോൾ നമുക്ക് എന്താണ് ലോ പാസ് ഹാർ ഫിൽറ്ററിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ടു കോൺസിക്യൂട്ടീവ് ഇൻപുട്സിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പറയുന്നത് എങ്ങനെയാണ്, ഔട്ട്പുട്ട് y of n ഈക്വൽ ടു ഹാഫ് ഓഫ് 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ പ്ലസ് 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 ആവും നമ്മുടെ എന്ത് ഔട്ട്പുട്ട് എന്നുള്ളത്. This is a convolution with only the two terms k equal to 0 and k equal to 1 in the sum. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സമ്മിൻ്റെ അകത്ത് ഓൺലി 2 ടേംസ് ഉള്ള k equal to 0യും k equal to 1 ഉള്ള ഒരു കൺവല്യൂഷൻ ആണെന്ന് പറയാം. The filter coefficients are h of 0 equal to h of 1 equal to 1/2. Filter coefficients h of 0യും h of 1ഉം എന്താണ് 1/2 ആവും. And we can call the output as moving average. നമ്മൾ ഈ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യുന്നു പറയുന്നു, മൂവിങ് ആവറേജ് എന്ന് കോൾ ചെയ്യുന്നു. സിൻസ് ഈച്ച് y of n ഡിപ്പെൻഡ് ഓൺ ദി കറൻറ്റ് ഇൻപുട്ട് ആൻഡ് ഇറ്റ്സ് പ്രെഡിസസർ. അത് ഓരോ y of n-ഉം അതിൻ്റെ കറൻറ്റ് ഇൻപുട്ടിനെയും അതിൻ്റെ പ്രെഡിസസറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഇഫ് ദ ഇൻപുട്ട് ഈസ് ദ യൂണിറ്റ് ഇമ്പൾസ്, x is equal to etc., 0, 0, 1, 0, then the output is y of 0 equal to y of 1 equal to y of 1/2, or y equal to 0, 0, 1/2, 1/2, 0, etc. The output values are simply the filter coefficients as we saw earlier. അതായത് എന്താ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസായ എക്സ് ഇസ് ഈക്വൽ ടു 0, etc., 0, 0, 1, 0, etc. നമ്മുടെ ഇൻപുട്ട് ഈ യൂണിറ്റ് ഇമ്പൾസ് ആവണമെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താവും, y of 0 ഈക്വൽ ടു y of 1 ഈക്വൽ ടു 1/2. അതായത് y of 0യും y of 1ഉം 1/2 ആക്കും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം, y ഈക്വൽ ടു etc., 0, 0, 1/2, 1/2, 0 എന്ന് പറയാം. അതായത് ടൈം 1ലും ടൈം 0യിലുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, 1/2 ആവും. നമ്മുടെ ആവറേജ് ഫിൽറ്ററിനെ നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററും ഡിലേ ഓപ്പറേറ്ററുമായിട്ട് കാണാം. അതായത് ആവറേജ് ഫിൽറ്റർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഐഡൻറ്റിറ്റി പ്ലസ് 1/2 ഇൻറ്റു ഡിലേ ആണ്. അപ്പം ഇതിനെ ഒരു മെട്രിക്സ് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, മെട്രിക്സ് ഓഫ് etc., y of -1, y of 0, y of 1, etc., which is equal to etc.,
1/2, 1/2, 1/2, 1/2, 1/2, 1/2, etc. into etc. x of minus 1, x of 0, x of 1, etc. അപ്പം എന്താണ് ഇവിടെ നമ്മുടെ ഡയഗണലായിട്ട് നമുക്ക് 1/2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരുന്നത്. ഇതിലെ മെയിൻ ഡയഗണൽ അതായത് ഈ മെയിൻ ഡയഗണലിലുള്ളത് കോപ്പീസ് the 1/2 value on the main diagonal are copies of weight of the identity operator. അപ്പം മെയിൻ ഡയഗണലുള്ള 1/2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ വെയ്റ്റിൻ്റെ കോപ്പീസാണ്. അപ്പം എന്താണ് ഇതാണ് മെയിൻ ഡയഗണൽ. ഈ മെയിൻ ഡയഗണലിലുള്ള 1/2 പറഞ്ഞ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ വെയ്റ്റിൻ്റെ കോപ്പീസാണ്. നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാർ ഫിൽറ്റർ കോഫിഷ്യൻ്റായ H(0) ഈക്വലാണ്. അപ്പോൾ ഈ മെയിൻ ഡയഗണലിലുള്ള ഇതെല്ലാം നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ വെയ്റ്റിൻ്റെ കോപ്പീസാണ്. ഇതെല്ലാം ഹാർ ഫിൽറ്റർ കോഫിഷ്യൻ്റായ H(0) ഈക്വലാണ്. The 1/2 value on the diagonal below are copies of weight of delay operator and they all equals the H(1) ഹാർ ഫിൽറ്റർ കോഫിഷ്യൻ്റ്. അതായത് ഈ ഡയഗണൽ താഴെയുള്ള ഈ ഡയഗണലിലുള്ള ഈ 1/2 എന്ന് പറഞ്ഞ വാല്യൂസ് എന്ന് പറയുന്നത് ഡിലേ ഓപ്പറേറ്ററിൻ്റെ വെയ്റ്റിൻ്റെ കോപ്പീസാണ്. ആൻഡ് ഇത് ഈക്വൽസ് ടു ദി ഹാർ ഫിൽറ്റർ കോഫിഷ്യൻ്റ് H(1). ഈ എല്ലാ വാല്യൂസും ഹാർ ഫിൽറ്റർ കോഫിഷ്യൻ്റായ H(1)ന് ഈക്വലുമാണ്. Thus the matrix is a constant diagonal matrix or banded matrix. ഇതുകൊണ്ട് നമ്മൾ ഈ മെട്രിക്സിന് എന്തെന്ന് പറയുന്നു, ഒരു കോൺസ്റ്റൻറ്റ് ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഡയഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ബാൻഡഡ് മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പം ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y(n) ഈക്വൽ ടു നമ്മുടെ ഔട്ട്പുട്ട് വെക്റ്റർ y(n) ഇസ് ഈക്വൽ ടു h(0) ഇൻറ്റു x of n പ്ലസ് h(1) ഇൻറ്റു x of n minus 1 പ്ലസ് h(2) ഇൻറ്റു x of n minus 2 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ കെ h of k ഇൻറ്റു x of n minus k എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ എന്താ നമ്മുടെ ഔട്ട്പുട്ട് y(n) എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് y(n) എന്ന് പറയുന്നത് എന്തായി കിട്ടും? y(n) ഈക്വൽ ടു സിഗ്മ കെ h of k ഇൻറ്റു x of n minus k എന്ന് കിട്ടുന്നു. ഇവിടെ ഈ ട്രയാങ്കിൾ നമ്മൾ ഇവിടെയുള്ള ഈ മെട്രിക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഒരു എന്താണ് ദ മെട്രിക്സ് ഈസ് ലോവർ ട്രയാങ്കുലാർ. മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ ആണ്. The upper diagonal which would normally correspond to filter coefficients h of minus 1, h of minus 2, etc. is 0. ഇതിൻ്റെ അപ്പർ ഡയഗണൽ എന്ന് പറയുന്നത് യൂഷ്വലി കറസ്പോണ്ട് ചെയ്യുന്നത് ഏത് ഫിൽറ്റർ കോഫിഷ്യൻസിനാണ്? h of minus 1, h of minus 2, എക്സെട്രയ്ക്ക് കറസ്പോണ്ടിങ് ആയുള്ള അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഓൾ ഫിൽറ്റർ കോഫിഷ്യൻസ് വിത്ത് നെഗറ്റീവ് ഇൻഡിസസ് മസ്റ്റ് ബി 0. അതായത് എല്ലാ ഫിൽറ്റർ കോഫിഷ്യൻസും വിത്ത് നെഗറ്റീവ് ഇൻഡിസസ് വരുന്ന എല്ലാ ഫിൽറ്റർ കോഫിഷ്യൻസിൻ്റെ വാല്യൂസ് പറയുന്നത് 0 ആയിരിക്കും. Since such coefficient lead to outputs that precede the input in time. Next, to illustrate the frequency response of a filter, we select an input vector of the form. അതായത് ഫ്രീക്വൻസി റെസ്പോൺസിന് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻപുട്ട് വെക്ടറിനെ നോക്കാം. അപ്പം ഇൻപുട്ട് വെക്ടർ എന്താണ്? x of n equal to e raised to I n omega, which is equal to cos n omega plus I sin n omega for all minus for all minus infinity less than n less than infinity. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ
ഫ്രീക്വൻസി റെസ്പോൺസിനെ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വെക്ടർ ഇൻപുട്ട് വെക്ടറിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് വെക്ടർ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇ റേസ് ടു ഐ എൻ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് എൻ ഒമേഗ പ്ലസ് ഐ സൈൻ എൻ ഒമേഗ ആണ്. ഫോർ ഓൾ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതെന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇമാജിനറി പാർട്ടിലും റിയൽ പാർട്ടിലും എന്താണ് സൈൻസും കൊസൈൻസും വിത്ത് എന്താണ് ഫ്രീക്വൻസി ഒമേഗ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ദ സ്മോളസ്റ്റ് ഫ്രീക്വൻസി ഈസ് ഒമേഗ ഈക്വൽ ടു 0 ആൻഡ് ഫോർ വിച്ച് ദ വെക്ടർ ബിക്കംസ് x equal to 1, 1, 1, 1, etc. അതായത് സ്മോളസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒമേഗൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് ഫ്രീക്വൻസിയിൽ ഒമേഗ ഈക്വൽ ടു 0 ആണ്. ഒമേഗ 0 ആകുമ്പോഴുള്ള നമ്മുടെ വെക്ടർ ഇൻപുട്ട് വെക്ടർ എക്സ് എന്ന് പറയുന്നത് എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു ഒരു 1 കോൺസ്റ്റൻറ്റ് 1 ആണ്. അപ്പം എക്സെട്ര 1, എക്സെട്ര ഇങ്ങനെ കിട്ടും. ഇനി ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒമേഗ ഈക്വൽ ടു പൈ ആവുകയാണ്. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസിൻ്റെ അകത്ത് ഈ സെയിം വെക്ടറിൻ്റെ വാല്യൂസ് എങ്ങനെയാവും? എക്സ് ഇസ് ഈക്വൽ ടു എക്സെട്ര 1, -1, അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉള്ള നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് ഇൻപുട്ട് is that the output vector y of n is a multiple of the input. ഈ ഇൻപുട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താ വെച്ചാൽ ഇൻപുട്ടിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആവും ഔട്ട്പുട്ട് വെക്ടർ y of n എന്നത്. ഈ മൂവിങ് ആവറേജസിൻ്റെ ഔട്ട്പുട്ട്, അതായത് മൂവിങ് ആവറേജസിൻ്റെ ഫിൽറ്റർ റെസ്പോൺസ് ആണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? y of n is equal to 1/2 x of n plus 1/2 x of n minus 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 e raised to i n ഒമേഗ പ്ലസ് 1/2 e raised to i n minus 1 ഇൻറ്റു ഒമേഗയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് എടുത്താൽ 1/2 പ്ലസ് 1/2 e raised to i ഒമേഗ ഇൻറ്റു e raised to i n ഒമേഗ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു n ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് n എന്താണ്? h ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് n. ഇവിടെ h ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? h ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗയാണ് നമ്മുടെ h ഓഫ് ഒമേഗ എന്നുള്ളത്. വിച്ച് ഈസ് ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഫംഗ്ഷൻ ഓഫ് ദ ഫിൽറ്റർ. ഇതാണ് നമ്മുടെ ഈ h ഓഫ് ഒമേഗയാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഫംഗ്ഷൻ. എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ് ഫംഗ്ഷൻ ആണ് h ഓഫ് ഒമേഗ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗയാണ്. h ഓഫ് 0 ഈക്വൽ ടു h ഓഫ് ഒമേഗ നമുക്കറിയാം. അപ്പോൾ എന്താണ്? h ഓഫ് 0 പറയുന്നത് എന്താവും? h ഓഫ് 0 ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പം h ഓഫ് 0 1 ആയതുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് പറയുന്നത് ഇൻപുട്ട് x ഇസ് ഈക്വൽ ടു എക്സെട്ര 1, 1, എക്സെട്ര ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ് സെൽഫ്. ഓൾസോ h ഓഫ് w for all small values omega generate output that is very similar to the input. അതായത് for all small values h of omega for all values of omega for all small values ഒമേഗേൻ്റെ ഫ്രീക്വൻസിൻ്റെ ഒമേഗേൻ്റെ ഫോർ ഓൾ സ്മോൾ വാല്യൂസിന് h ഓഫ് w എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടിന് സിമിലർ ആയിട്ടാവും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ്? ഈ ഫിൽറ്റർ എന്താണ്? ലോ ഫ്രീക്വൻസീസിനെ കടത്തി പാസ് ചെയ്യും. എന്താണ്? ദിസ് ഫിൽറ്റർ ലെറ്റ് ദ ലോ ഫ്രീക്വൻസീസ് ഗോ ത്രൂ, ഹെൻസ് ദ നെയിം ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ എന്നുള്ള പേര് എന്താണ്? എന്താണ്? ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിടും. അപ്പോൾ ഫോർ ഓൾ സ്മോൾ വാല്യൂസ് ഓഫ് ഒമേഗയ്ക്ക് അതിൻ്റെ
ഇൻപുട്ടിൻ എച്ച് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇൻപുട്ടുമായിട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ ഈ ഫിൽറ്റേഴ്സ് ലോ ഫ്രീക്വൻസീസിനെല്ലാം കടത്തിവിടും. അതുകൊണ്ടാണ് ഇതിനെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒമേഗേൻ്റെ വാല്യൂ പൈ ആകുമ്പോൾ നോക്കാം. ഫോർ ഒമേഗ ഈക്വൽ ടു പൈ ആകുമ്പോൾ നമ്മുടെ ഇൻപുട്ട് എക്സ് എന്ന് പറയുന്നത് എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു 1 എക്സെട്ര കോമ 1 കോമ മൈനസ് 1 കോമ 1 കോമ മൈനസ് 1 കോമ 1 ഇതായിരിക്കും ഇതിൻ്റെ ഒമേഗ ഈക്വൽ ടു പൈ ആകുമ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ഓൾ സീറോസ് സിൻസ് ദ ആവറേജ് ഓഫ് 1 ആൻഡ് -1 is 0. അപ്പം ഇവിടുത്തെ നമ്മുടെ 1ൻ്റെയും -1ൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 0 ആവില്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഓൾ സീറോസ് ആകും. ദ ലോ പാസ് ഫിൽറ്റർ സ്മൂത്ത്സ് ഔട്ട് ദ ഹൈ ഫ്രീക്വൻസീസ് റീജിയൻ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പം ലോ പാസ് ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ലോ പാസ് ഫിൽറ്റർ സ്മൂത്ത്സ് ഔട്ട് ദ ഹൈ ഫ്രീക്വൻസി റീജിയൻസ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നലിൻ്റെ ഹൈ ഫ്രീക്വൻസി റീജിയൻസിനെ സ്മൂത്ത് ചെയ്യും. നോട്ടീസ് ദാറ്റ് വി ക്യാൻ റൈറ്റ്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഓഫ് ഒമേഗ ഈക്വൽ ടു കോസ് ഒമേഗ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ബൈ 2 എന്ന് എഴുതാം. അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് ഓഫ് ഒമേഗ ഈക്വൽ ടു കോസ് ഒമേഗ ബൈ 2 ഓഫ് എച്ച് ഒമേഗയാണ്. അപ്പം ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ നമ്മളൊരു ഫിഗർ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവും? ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ വരുന്നത് ഒമേഗേൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. അതായത് ലോ ഫ്രീക്വൻസിയിലാണ് മാക്സിമം വരുന്നത്. ആൻഡ് മിനിമം വരുന്നത് രണ്ട് കണ്ടീഷനിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ, അതായത് ഒമേഗേൻ്റെ വാല്യൂ ±π ആവുന്ന സമയത്താണ് നമുക്ക് മിനിമം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? മാക്സിമം വരുന്നത് ഫ്രീക്വൻസി ലോ ആകുമ്പോഴും മിനിമം വരുന്നത് ഫ്രീക്വൻസീസ് ഹൈ ആകുമ്പോഴുമാണ്. ഇനി ഹാർട്ട് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ y(n) ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1/2 ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് കൺവല്യൂഷൻ എക്സ് ആണ്. അപ്പം വെറുതെ ഫിൽറ്റർ കോഎഫിഷ്യൻസ് എച്ച് ഓഫ് 0 ഈക്വൽ ടു 1/2 ആൻഡ് എച്ച് ഓഫ് 1 ഈക്വൽ ടു -1/2. അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഫിൽറ്റർ കോഎഫിഷ്യൻസിൻ്റെ ഇൻപുട്ട്സ് ടൈം 0 ഇൻപുട്ട് 1/2 ടൈം 1 ഇൻപുട്ട് പറയുന്നത് -1/2 ആണ്. ഇതിനെ നമുക്കൊരു മെട്രിക്സ് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? എക്സെട്ര y of -1, y of 0, y of 1, etc. which is equal to matrix of etc. -1/2, 1/2, -1/2, 1/2, -1/2, 1/2 into matrix of etc. x of -1, x of 0, x of 1, etc. വരും. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ അകത്ത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് അതായത് ഇതെന്ന് പറയുന്നത് കോപ്പീസ് ഓഫ് എച്ച് ഓഫ് 0ൻ്റെ കോപ്പീസ് ആവും. ആൻഡ് താഴെയുള്ള ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് ഈ -2 വരുന്ന ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കോപ്പീസ് ഓഫ് എച്ച് ഓഫ് 1 ആണ്. എച്ച് ഓഫ് 1ൻ്റെ കോപ്പീസും ആണ്. യൂസിങ് ദ ഐഡൻറ്റിറ്റി ആൻഡ് ഡിലേ ഓപ്പറേറ്റേഴ്സ് ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ. അതായത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സും ഡിലേ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഹൈ പാസ് ഫിൽറ്റർ ഈക്വൽ ടു 1/2 ഇൻറ്റു ഐഡൻറ്റിറ്റി മൈനസ് 1/2 ഇൻറ്റു ഡിലേ എന്ന് എഴുതാം. അപ്പം ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററും ഡിലേ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിനെ എങ്ങനെ എഴുതാം? ഹൈ പാസ് ഫിൽറ്റർ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഐഡൻറ്റിറ്റി മൈനസ് 1/2 ഇൻറ്റു ഡിലേ എന്ന് എഴുതാം. എഗെയിൻ നമ്മൾ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇ റേസ് ടു ഐ എൻ ഒമേഗ എന്ന് സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ഇൻപുട്ട് പിന്നെ നമ്മൾ എക്സിന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇൻപുട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? y(n) ഈക്വൽ ടു 1/2 ഈ 1/2
ഓക്കെ, നമ്മളിവിടെ എന്താണ് വൈ ഓഫ് എന്നിനാണ് നോക്കുന്നത്. അപ്പോൾ വൈ ഓഫ് എൻ നോക്കുമ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പം ഇവിടെ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇ റേസ് ടു ഐ എൻ ഒമേഗയാണ്. അപ്പോൾ വൈ ഓഫ് എൻ എന്താവും? വൈ ഓഫ് എൻ ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ, ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ എൻ ഒമേഗ മൈനസ് 1/2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പം ഇവിടെ എന്ത് വരും? ഇ റേസ് ടു ഐ ഇൻറ്റു എൻ മൈനസ് 1 ഒമേഗ എന്ന് പറയും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ബൈ 2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ഇൻറ്റു ഐ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ബൈ 2 ആണ്. ദിസ് ടൈം ദ ഹൈ പാസ് റെസ്പോൺസ് ഫംഗ്ഷൻ ഈസ്, അപ്പോൾ ഈ ടൈമിലുള്ള ഹൈ പാസ് റെസ്പോൺസ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? h1 ഓഫ് ഒമേഗ ഈക്വൽ ടു 1/2 മൈനസ് 1/2 അത് 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ. നമുക്കറിയാം ഇതാണ് നമ്മുടെ എന്താണ് ഹൈ പാസ് റെസ്പോൺസ് ഫംഗ്ഷൻ. അപ്പം ഹൈ പാസ് റെസ്പോൺസ് ഫംഗ്ഷൻ h1 ഓഫ് ഒമേഗ ഈക്വൽ ടു 1/2 മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? കോമൺ ആയിട്ടുള്ള 1/2 എടുക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു ഇ റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ബൈ 2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ബൈ 2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ബൈ 2 ഇൻറ്റു ഐ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ബൈ 2 ആണ്. ഇനി ഇതിൻ്റെ ഈ ഹൈപ്പാസ് റെസ്പോൺസ് ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? h1 ഓഫ് ഒമേഗ മാഗ്നിറ്റ്യൂഡ് ഓഫ് h1 ഓഫ് ഒമേഗ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈൻ ഒമേഗ ബൈ 2 ആണ്. സോറി, അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് h1 ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ ഒമേഗ ബൈ 2 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈൻ ഒമേഗ ബൈ 2 ആണ്. അപ്പം ഇതിനെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എന്താണ് മാഗ്നിറ്റ്യൂഡിൻ്റെ ഫിഗർ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം കിട്ടുന്നത് എപ്പോഴാണ്? മാക്സിമം കിട്ടുന്നത് രണ്ട് കണ്ടീഷനിലാണ്. ഈ മാക്സിമം കിട്ടുന്ന രണ്ട് കണ്ടീഷൻസ് എപ്പോഴാണ്? ഫ്രീക്വൻസി ഹൈ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇപ്പം ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫ്രീക്വൻസി മാക്സിമം ആകുമ്പോഴാണ് നമുക്ക് ഹൈ കിട്ടുന്നത്. ഫ്രീക്വൻസി ലോ ആകുമ്പോൾ, ഫ്രീക്വൻസി 0 ആകുമ്പം നമുക്ക് മിനിമമാണ് കിട്ടുന്നത്. അപ്പം ഹൈ കിട്ടുന്നത് ഫ്രീക്വൻസി പ്ലസ് ഓർ മൈനസ് പൈ ആകുമ്പോൾ, അതായത് ഹൈ ഫ്രീക്വൻസീസ് ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. മിനിമം കിട്ടുന്നത് ഫ്രീക്വൻസി 0 ആകുമ്പോൾ, അതായത് ലോ ഫ്രീക്വൻസി ആകുമ്പോഴാണ് മിനിമം കിട്ടുന്നത്. ഫിൽറ്റർ ബാങ്ക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് ഫിൽറ്റർ ബാങ്ക്സിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഫിൽറ്റേഴ്സ് എന്താവും? ഇൻവേർട്ടിബിൾ ആണ്. ഇൻഡിവിജ്വൽ ഫിൽറ്റേഴ്സ് ആർ ഇൻവേർട്ടിബിൾ. ഇൻഡിവിജ്വൽ ഫിൽറ്റേഴ്സ് ഇൻവേർട്ടിബിൾ ആണ്. ബട്ട് ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡൗൺ സാമ്പിളിങ്ങിൽ നമുക്ക് ഡാറ്റ ലോസ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫിൽറ്റർ ബാങ്ക്സിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കോൺസ്റ്റൻറ്റ് സിഗ്നൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സെട്ര 1, എക്സെട്ര കൺസിഡർ ചെയ്യാം. ഈ ഇൻപുട്ട് സിഗ്നലിനെ ഒരു ഹൈ പാസ് ഫിൽറ്റർ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് വെക്ടറിൽ ഓൾ സീറോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ സീറോ വെക്ടറിനെ നമുക്ക് ഒറിജിനൽ ഇൻപുട്ടിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻവേഴ്സ് ഫിൽറ്റർ, അതായത് ഇൻവേഴ്സ് ഫിൽറ്റർ h1 ഓഫ് -1ന് ഉണ്ടാവില്ല. h1 ഓഫ്
H1 ഓഫ് -1 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടാവില്ല. അപ്പം ഇതിനെ എന്ത് ചെയ്യാൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീറോ വെക്ടറിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു അനദർ സീറോ വെക്ടറിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോൺസ്റ്റൻറ്റ് സിഗ്നൽസിൻ്റെ ഇവിടെ കോൺസ്റ്റൻറ്റ് സിഗ്നൽസിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വെക്റ്റർ ആൾട്ടർനേറ്റീവ് വാല്യൂസ് വരുന്ന ഒരു ഇൻപുട്ട് വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു എക്സെട്ര കോമ 1 കോമ -1 കോമ 1 കോമ -1 കോമ 1 കോമ എക്സെട്ര എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ലോ പാസ് ഫിൽറ്റർ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് വെക്റ്ററായിട്ട് ഓൾ സീറോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ സമ്മറി. ഇവിടെ ഈ ഫിൽറ്റർ ബാങ്ക്സ് എന്ന സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സബ് ബാൻഡ് ട്രാൻസ്ഫോംസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡീൽ ചെയ്തിരിക്കുന്നത്. സബ് ബാൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോം ആണ്. ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ബാൻഡ് പാസസും ഇൻപുട്ട് സിഗ്നൽസിൻ്റെയും കൺവല്യൂഷൻ എടുക്കും. അപ്പോൾ അതായത് ഇൻപുട്ട് സിഗ്നൽസിന് എന്താണ് നമ്മൾ ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ഫിൽറ്റേഴ്സ് എന്നുള്ള ഔട്ട്പുട്ട്സിനെ ഡെസിമേറ്റ് ചെയ്യും, അതായത് ഡൗൺ സാമ്പിളിങ് ചെയ്യുന്നു. ഈ ഡൗൺ സാമ്പിളിങ് ചെയ്തിട്ട് അതിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, കംപ്രസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനെ വീണ്ടും സിന്തസിസ് ബാങ്ക് പറഞ്ഞ ഫേസിലേക്ക് കൊടുക്കുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ അപ്പ് സാമ്പിളിങ് ചെയ്തിട്ട് ഇൻവേഴ്സ് ഫിൽറ്റേഴ്സിലേക്ക് അപ്പ് സാമ്പിളിങ്ങിൻ്റെ ഔട്ട്പുട്ടിനെ കൊടുക്കുന്നു. എന്നിട്ട് ഇൻവേഴ്സ് ഫിൽറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട്സിനെ സം ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് ഉണ്ടാക്കും. അതായത് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന എന്താണ്? നമ്മുടെ ഒറിജിനൽ ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സബ് ബാൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള ഇൻപുട്ട് സിഗ്നലിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഓരോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഡാറ്റ ലോസിനെ കൺട്രോൾ ചെയ്യാൻ യൂസറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള ഇൻപുട്ട് സിഗ്നൽസിനെ ഐസൊലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ യൂസറിന് ഈ നമ്മൾ പറഞ്ഞു ഡെസിമേഷൻ, അതായത് ഡൗൺ സാമ്പിളിങ്ങിൽ ഡാറ്റ ലോസ് ഒക്കെ ഉണ്ടാവില്ല, ഈ ഡാറ്റ ലോസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സബ് ബാൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടീസിൽ ഈ ട്രാൻസ്ഫോം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോം ഒരു ഇമേജിനെ ഡിഫറെൻറ്റ് ഇമേജ് ഫ്രീക്വൻസീസിന് കറസ്പോണ്ട് ആയിട്ടുള്ള സെവറൽ സബ് ബാൻഡ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാണ്. സെവറൽ സബ് ബാൻഡായിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നു. ഇനി സബ് ബാൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഈ സബ് ബാൻഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഡൗൺ സാമ്പിളിങ് കാരണം നമ്മുടെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഇമേജിൻ്റെ അകത്ത് ആർട്ടിഫാക്ട്സ് സച്ചാസ് അലൈസിങ് ആൻഡ് റിങ്ങിങ്ങിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഹാർഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നോട്ട് സാറ്റിസ്ഫാക്ടറി ആവുന്നത്. അപ്പോൾ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ ഫിൽറ്ററിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും റിസർച്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ജനറൽ ഫിൽറ്റർ ബാങ്കിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ വിത്ത് n ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്റർ ബാങ്ക്സിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇൻപുട്ട് എക്സിനെ ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കുന്നു. എന്താണ് n ഫിൽറ്റേഴ്സ് ഉണ്ട്. H0 ലോ പാസ് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ലോ പാസ് ഫിൽറ്റർ നമ്മൾ ലോ പാസ് ഫിൽറ്റർ H0യിലേക്ക് കൊടുക്കുന്നു. ഈ H0 അതിനെ ഡൗൺ സാമ്പിളിങ് ചെയ്യുന്നു. ഡൗൺ സാമ്പിളിങ് ചെയ്തിട്ട് ഈ H0 വീണ്ടും സ്റ്റേജ് 2ലേക്ക് H0
y0 ഓഫ് എന്നിനെ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ വീണ്ടും സ്റ്റേജ് 2ലേക്ക് കൊടുക്കുന്നു. സ്റ്റേജ് 2ൽ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റേജ് 2ൽ വെച്ച് വീണ്ടും ഇതിനെ ഓരോ ഫിൽറ്റേഴ്സിനായിട്ട് കൊടുക്കുന്നു. അപ്പം ഇത് ഫസ്റ്റത്തെ ഇതാണ് H0 ലോ പാസ് ഫിൽറ്ററാണ്. ലോ പാസ് ഫിൽറ്ററിന് വീണ്ടും അതിനെ ഡൗൺ സാമ്പിളിങ് ചെയ്തിട്ട് y0 ഓഫ് എന്നിനെ ഔട്ട്പുട്ടായി പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ വീണ്ടും സ്റ്റേജ് 3ലേക്ക് കൊടുക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഓരോ ഫിൽറ്റേഴ്സും, ഇതിപ്പോൾ നമ്മൾ H0 പറഞ്ഞ ഫിൽറ്ററിൻ്റെ പറഞ്ഞത്, ഇതുപോലെ തന്നെ H1 എന്നുള്ള ഫിൽറ്ററും ഇങ്ങനെ ഇതുപോലെ തന്നെ പോകും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഓരോ സ്റ്റേജിലേക്കും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പോകും. എന്നിട്ട് ഇപ്പം ഇതാണ് അനാലിസിസ് ബാങ്ക്. ബാങ്കിൽ അങ്ങനെ പോയി ഇൻപുട്ട് സിഗ്നൽസിനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ സിന്തസിസ് ബാങ്കിൻ്റെ അകത്ത് നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യും, അപ്സാമ്പിളിങ് ചെയ്തിട്ട് എല്ലാത്തിനും നമ്മൾ അപ്സാമ്പിളിങ് ചെയ്യും. എന്നിട്ട് ഇൻവേഴ്സ് ഫിൽറ്റേഴ്സായിട്ട് ഡിഫറെൻറ്റ് ഇൻവേഴ്സ് ഫിൽറ്റേഴ്സ് F0, F1 എക്സെട്ര Fnലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ഓരോ ഇൻവേഴ്സ് ഫിൽറ്ററും ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട്സിനെല്ലാം കൂടി എല്ലാത്തിൻ്റെയും സം എടുത്തിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻപുട്ട്, അതായത് എക്സ് ഓഫ് എന്നിനെ ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. അതായത് എക്സ് ക്യാപ്പ് ഓഫ് എന്നിനെ റീകൺസ്ട്രക്ട് ചെയ്യും. എക്സ് ക്യാപ്പ് ഓഫ് എന്നിനെ ഔട്ട്പുട്ടിനെ എടുക്കും.